ഇത് ധനുഷ്കോടിയിലെ ആളുകൾ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ്. കിണറെന്ന് പറയാനും പറ്റില്ല, ഏകദേശം ഒരു 4-5 അടി മാത്രമാണ് താഴ്ചയുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇത് കംപ്ലീറ്റ് കടൽ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിലെ വെള്ളത്തിന് ഒരു തരി പോലും ഉപ്പുരസമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ പിന്നെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1964 വലിയൊരു സൈക്ലോൺ വരുന്നതിനേക്കാൾ മുൻപ് ഇവിടെ സാധാരണ പോലെ ഒരു ഭൂപ്രദേശമായിരുന്നു, മിനി സിംഗപ്പൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത്രയും ആ ഒരു വലിയ ഒരു പ്രദേശത്ത് സാധാരണ മണ്ണായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഭാഗം അത്രയും ഉറപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വളരെ ഉപ്പുരസമില്ലാത്ത നല്ല വെള്ളം കിട്ടും. വാസ്തവത്തിൽ ഈ ധനുഷ്കോടിയിലേക്ക് വരുന്ന ഒരു വഴി ഒഴിച്ച് ബാക്കി 2 ഭാഗവും നിറയെ കടലാണ്. പക്ഷേ എന്നിട്ട് പോലും ഇവിടെ നമുക്ക് ഉപ്പുവെള്ളം അല്ലാതെ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണമാണ് ഇവർ പറഞ്ഞത്. ഇത്രയും ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു, അതേപോലെ കല്ലൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു, നമ്മുടെ സാധാരണ ഒരു മണ്ണ് പോലത്തെ. പിന്നീട് ഈ സൈക്ലോണിലാണ് ഇത്രയ്ക്കധികം ഇവിടെ മണ്ണൽ കയറി വരികയും ഇവിടെ ഈ കടൽ ഇത്രയും കയറി വരികയും ചെയ്ത്. ഇപ്പോൾ ഈ കാണുന്ന ഈ പള്ളിയുടെ പുറകിലായിട്ട് ഒരു ബീച്ച് പോലെ തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ദ്വീപ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദ്വീപിലേക്കൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു വേനൽക്കാല വസതി പോലെയും ഇവിടെ കഴിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കിണറിൻ്റെ ഒരു കാര്യം പറഞ്ഞതിൽ നമുക്കൊരു അതിശയം തോന്നിയതിൽ അതിനൊരു വ്യക്തത വരുത്തിയത് അതുകൊണ്ടാണ്.